അമേരിക്കയിലെ വെസ്റ്റേൺ ഇദേഹോയിൽ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ യു.എസ്. നേവിയുടെ 2 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് നേർക്കുനേർ കൂട്ടിയിടിച്ചു. യു.എസ്. നാവികസേനയുടെ കരുത്തനായ EA-18G ഗ്രോലർ എന്ന വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ആകാശത്ത് വെച്ച് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നുവെങ്കിലും അതിലുണ്ടായിരുന്ന 4 പൈലറ്റുമാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിശീലന പറക്കലിനിടെ അവിചാരിതമായിട്ടാണ് വിമാനങ്ങൾ കൂട്ടിയിടിച്ചതെന്ന് യു.എസ്. പസഫിക് ഫ്ലീറ്റിന്റെ നേവൽ എയർഫോഴ്സ് വക്താവ് അമേലിയ ഔദ്യോഗികമായി അറിയിച്ചു. വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച ഉടൻ തന്നെ പൈലറ്റുമാർ ഇജക്ഷൻ സീറ്റുകൾ വഴി പുറത്തേക്ക് തെറിക്കുകയും പാരഷൂട്ടുകൾ വിടർത്തി ആകാശത്തുനിന്ന് താഴേക്ക് ചാടുകയും ചെയ്തു. 4 പൈലറ്റുമാരും സുരക്ഷിതരാണെന്നും ആർക്കും ഗുരുതരമായ പരിക്കുകളില്ലെന്നും നാവികസേനാ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നാവികസേന വ്യക്തമാക്കിയെങ്കിലും വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായ പശ്ചാത്തലത്തിൽ മേഖലയിൽ നടക്കാനിരുന്ന മറ്റ് വ്യോമാഭ്യാസ പ്രകടനങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ജനവാസമില്ലാത്ത മേഖലയിലാണ് പതിച്ചത് എന്നതിനാൽ മറ്റ് നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടം നേരിട്ട് കണ്ട ഷെയ്ൻ ഓക്ഡെയ്ൻ എന്നയാൾ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വിമാനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിച്ച ശേഷം തീഗോളമായി മാറി കറങ്ങി നിലത്തേക്ക് വീഴുകയായിരുന്നുവെന്ന് ഓക്ഡെയ്ൻ പറയുന്നു. ആകാശത്ത് 4 പാരഷൂട്ടുകൾ വിടർന്നു. ഇത് കണ്ട് ആദ്യമൊന്ന് നടുങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ താൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തിന് കാരണം സാങ്കേതിക തകരാറാകാൻ സാധ്യതയില്ലെന്നും പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ എയർക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാകാം ഇതെന്നാണ് സുരക്ഷാ വിദഗ്ധനായ ജെഫ് ഗുസറ്റി അഭിപ്രായപ്പെടുന്നത്. കൂട്ടിയിടിക്ക് ശേഷം വിമാനങ്ങൾ തമ്മിൽ കോർത്തുപോയ അവസ്ഥയിലായിരുന്നുവെന്നും ഇതിൽ നിന്നും പൈലറ്റുമാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും അപകട കാരണം കണ്ടെത്താൻ യു.എസ്. നേവി വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സൈനിക രഹസ്യങ്ങൾ അടങ്ങിയ യുദ്ധവിമാനങ്ങൾ ആയതിനാൽ അന്വേഷണ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സാധ്യതയില്ലെന്നാണ് സൂചന. എന്തായാലും ഇറാനെതിരെ അമേരിക്ക പോരാടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അട്ടിമറിയും സംശയിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധവിമാനങ്ങൾ തകർന്നതിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല സൈനിക രഹസ്യങ്ങളടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. അല്ലാതെ വിമാനത്തിൽ മറ്റൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നുവെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്.